സംഭവം കാണിച്ചു തരട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഇതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതായിട്ട് വലിയ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ബുക്ക് പേപ്പേഴ്സ് വേണം, ഒരു വട്ടത്തിലെ കാർഡ്ബോർഡിൻ്റെ പീസ് വേണം, പിന്നെ വൈറ്റ് ഗ്ലൂവിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒട്ടിക്കുന്നതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. സംഭവം എളുപ്പമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 24 പെറ്റൽസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന്, നമുക്ക് ഏത് വലുപ്പത്തിലാണോ പെറ്റൽസ് വേണ്ടത് ആ ഒരു വലുപ്പത്തിന് ചെയ്തെടുക്കാം. നോട്ട് പോയിന്റ്, ഞാനിവിടെ ബാക്കി വന്ന ഒരു പഴയ ബുക്കിൻ്റെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ദയവ് ചെയ്ത് ആരും പുതിയ ബുക്കൊന്നും എടുത്ത് ഇതിനു വേണ്ടിയിട്ട് കീറി കളയരുത്. പിന്നെ പണി എളുപ്പമാണ്. ഇതാ ആ റിങ് കാർഡ്ബോർഡിന്റെ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടോ, അതുപോലെ ഒരു റിങ് വേണം നമുക്ക് ബേസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആ പെറ്റൽസിന്റെ സൈഡിൽ കുറച്ച് ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പെറ്റൽസും കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു 6 പെറ്റൽസ് ഒട്ടിച്ചിട്ട് അതിനെ വട്ടത്തിൽ ചുറ്റി അങ്ങ് എടുക്കുക. ഈ വട്ടത്തിലാക്കിയ പെറ്റൽസ് എടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് ഈ ബേസ് ഒട്ടിച്ചു കൊടുക്കുക. നോട്ട് ദ പോയിന്റ്, ബേസിന് നടുക്ക് ഊട്ട വേണം. ഇത് മാത്രമേ നമ്മൾ അടിയിൽ ഒട്ടിക്കുന്നുള്ളൂ, ബാക്കി പെറ്റൽസ് എല്ലാം നമ്മൾ മുകളിലായിട്ട് ഒട്ടിക്കുന്നത്. ഇതുപോലെ തന്നെ 6 പെറ്റൽസ് ഉള്ള ഓരോന്നും കൂടി വേണം. അതെടുത്ത് ആ ബേസിന്റെ മുകളിലോട്ട് ഒട്ടിക്കുക. പിന്നെ 5 പെറ്റൽസ് ഉള്ള ഒരെണ്ണം ഒട്ടിക്കുക. പിന്നെ 4 പെറ്റൽസ് ഉള്ള ഒരെണ്ണം കൂടി ഒട്ടിക്കുക. ഈ 4 പെറ്റൽസ് ഉള്ളതിൻ്റെ പെറ്റൽസ് വളയ്ക്കുന്നത് ഫ്രണ്ടിലോട്ട് വേണം വളയ്ക്കാൻ. ആ പെറ്റൽസ് അങ്ങനെ വളയ്ക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഒരു സ്കെയിൽ വെച്ചിട്ട് കേൾ ചെയ്ത് കൊടുത്താൽ മതി. സംഭവം സിമ്പിളാണ്. എന്നിട്ട് നടുക്കത്തെ ഹോൾ ഇച്ചിരി വലുതാക്കുക. അപ്പോൾ ഇങ്ങനൊരു ലുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ബൾബയിൽ ഇട്ട് കൊടുക്കാം. ബൾബ് ആയതുകൊണ്ട് ലൈറ്റ് കാരണം വീഡിയോയിൽ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. സോ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.